ഹലോ കൃഷ്ണൻ, ഒന്ന് വിളിയടാ. അകത്താരുല്ലേ? ആരാ? വരുന്നുണ്ട്. കൃഷ്ണേട്ടാ, 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 ബാങ്ക് നാളെ വന്നിക്കുന്നു. ഹലോ കൃഷ്ണൻ, ഞങ്ങളാണ്. ആര്? മാനേജർ സാറോ? എന്താ സാർ? ഞങ്ങൾ ലോണിനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. എത്ര കത്തയച്ചു? ബാങ്കിലെ അടവിന്റെ സമയം കഴിഞ്ഞതറിയാലോ. ഞാൻ കുറച്ചുകൂടി സമയം ചോദിച്ചിരുന്നല്ലോ. അത് നടക്കില്ല. ബാങ്കിന് ചില രീതികളൊക്കെ ഉണ്ടെന്നറിയാലോ. ഇനി നടപടിയിലേക്ക് പോകും. സാറ് പറഞ്ഞതാ ശരി. ഇവരൊക്കെ എങ്ങനെ അടയ്ക്കാനാ പണം? ഇതെന്റെ കാര്യമാണ് സാറേ. ഞങ്ങൾ ആവുന്നത്ര അടയ്ക്കുന്നുണ്ടല്ലോ. അതൊക്കെ കൂട്ടുപലിശയിലേക്ക് പോകും. സാറേ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണം സാർ. അത് നടക്കില്ല. ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തപ്പോ കൃത്യസമയത്ത് അടയ്ക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി ഒപ്പിട്ടത് ഓർമ്മയില്ലേ? ഞങ്ങൾ എടുത്ത പണവും അതിന് 4 ഇരട്ടിയും ഞങ്ങൾ അടച്ചില്ലേ? ഞാൻ ആദ്യമായിട്ടല്ലല്ലോ. ആണോ? ആദ്യമായിട്ടാണോ ഞാൻ ലോൺ എടുക്കുന്നത്? അതൊന്നും ഇവിടെ പറയണ്ട. അതെ, പറയണം സാറേ, പറയണം. എന്റെ എത്ര സ്ഥലമാണ് അങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ഇതൊക്കെ അങ്ങ് വിറ്റേക്ക്. എന്തിനാ അത്? അങ്ങനെയാണെങ്കിൽ അർമകനുമായി ഒന്ന് സംസാരിക്കും. നിങ്ങൾ എന്റെ സ്ഥല കച്ചവടത്തിനാണോ ഇവനെയും കൊണ്ടിങ്ങ് വന്നത്? ഞാനൊരു നല്ല കാര്യം ചെയ്താ. അതാണ് കൃഷ്ണ സത്യം. അമ്മേ, വേണ്ട മാനേജർ. ഇതിലും ഭേദം ബ്ലേഡുകാരാ. അവർക്ക് നിയമത്തിന്റെ സഹായം ഇല്ലല്ലോ. പിന്നെ തൽക്കാലം ഇത് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് നിയമ നടപടിക്ക് നീങ്ങാലോ അല്ലേ? ഓ, എന്ത് വേണമെങ്കിൽ വായിക്കോളൂ. ഒന്ന് കടന്നു പോയി സാറേ. പോകാൻ. സാറന്മാരോ? വരി വക്കീൽ സാറേ, വരി. കേസൊക്കെ ആയിട്ടുണ്ട്. അറിയാലോ, എന്താ ചെയ്യാ? അതൊക്കെ ഇപ്പൊ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ.
പിന്നെ എന്തൊക്കെയുണ്ട് മേനേരെ? കൃഷ്ണ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അതിപ്പോ സാറ് എപ്പോഴും പറയുന്നതല്ലേ? മിസ്റ്റർ കൃഷ്ണൻ, എന്നെ അറിയാലോ. നിങ്ങളുടെ പഴയ കേസൊക്കെ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ സാറേ, എല്ലാം അവർക്ക് വേണ്ടിയല്ലേ. ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തുകൂടെ? ഞങ്ങൾക്ക് നിയമത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് ചെയ്യാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കും അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ ചട്ടക്കൂടൊക്കെ വരുന്നുള്ളൂ. അല്ലാത്തവർക്ക് അതൊന്നും ഒരു ബാധകമല്ലല്ലോ, ആണോ? സാറേ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എത്ര പേരെ സഹായിച്ച ആളാണെന്നറിയോ? ഇപ്പൊ ഞങ്ങളെ ആരുമില്ല രക്ഷിക്കാൻ. പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാനോ? ആരെ മുന്നിൽ? പ്രാർത്ഥിച്ച എല്ലാം ശരിയാവുമോ? അതുകൊണ്ട് ആ അർമുഖത്തെ വെറുപ്പിക്കാതെ നോക്ക്. അത് നല്ല കാര്യം തന്നെ കൃഷ്ണ. രക്ഷപ്പെടും. ആര് രക്ഷപ്പെടും? അവര് പറയുന്നത് നമ്മൾ രക്ഷപ്പെടുന്ന കാര്യമല്ല, ആ അറുമുഖം രക്ഷപ്പെടുന്ന കാര്യ പറയുന്നത്. കോടതിയിലാണ് കേസ്, അത് നിങ്ങൾ അറിയണം. കണ്ടില്ലേ ഞങ്ങളുടെ വീടിന്റെ ഒരു അവസ്ഥ? വെച്ച് തിന്നാൻ നല്ലൊരു സ്ഥലം പോലുമില്ല, കയറിയിരിക്കാൻ ഒരു തിണ്ണയില്ല. എന്റെ മോനും മോളും എങ്ങനെ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? മരക്കൊമ്പിലാടണോ ഞങ്ങൾ? വേണമെങ്കിൽ അതും ചെയ്യും. ഞങ്ങൾ ഈ 4 എണ്ണം മരക്കൊമ്പിലാടാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ 2 പേരും കുടുങ്ങും, തീർച്ച. നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല നിങ്ങൾക്ക്. ഞാൻ കെട്ടിപ്പടുത്ത വീടുകളും സ്ഥലങ്ങളുമെല്ലാം നശിപ്പിച്ചവർ നിങ്ങളാണ്. അർമുഖം, ഒരു രക്ഷയുമില്ല. കൃഷ്ണൻ അടുക്കുന്നില്ല. എന്തു ചെയ്യും? നടക്കണം വക്കീലേ, നടക്കണം. നടത്തി തരണം. ആ സ്ഥലം എനിക്ക് വേണം. അതെ അർമുഖം, അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. വല്ലാതെ ബുദ്ധിമുട്ടിച്ച വല്ല പ്രശ്നമായാലോ? എന്ത് പ്രശ്നം? കടലാസുകൾ മതി, നിയമപരമായ കടലാസ്. അതല്ല അർമുഖം, പഴയതുപോലെയൊന്നുമല്ല. ലോൺ എടുത്താൽ അതടയ്ക്കാൻ സമയം നീട്ടിക്കൊടുക്കുക എന്നല്ലാതെ സ്ഥലം പിടിച്ചെടുക്കാൻ പാടില്ലെന്നാണ് നിയമം വന്നിരിക്കുന്നത്. അതറിയാമോ? എന്ത് നിയമം? പിന്നെ പറഞ്ഞേക്കാം, 2 പേരോടും അറുമുഖത്തിനെടുക്കൊട്ടരുത് കേട്ടാ. അതാരും വിചാരിക്കുകയും വേണ്ട. ഞങ്ങൾ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റേ 2 കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാണ്. അല്ല, അത് ഞാൻ അനുകൂലമാക്കിയതാണ്. യെസ്, വരട്ടെ, ഓരോന്നോരോന്നായി വരട്ടെ. എന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ആറുമുഖത്തിന് എന്ത് കൃഷ്ണൻ, എന്ത് ജോസഫ്, അല്ലേ മാനേജരെ? പിന്നെ എനിക്ക് കോടതി പോകേണ്ട അത്യാവശ്യമുണ്ട്. ഞാൻ അക്കൗണ്ടിൽ പണമിടുന്നില്ല, എല്ലാം നേരിട്ടെത്തിക്കാം. പോരെ അല്ലേ മാനേജരെ? എന്താ കൃഷ്ണ, ബാങ്കുകാരൊക്കെ വന്ന് പോയല്ലേ? നിങ്ങൾ പറഞ്ഞയച്ചതല്ലേ? സാറ് പറയുന്ന അനുസരിക്ക്, എന്നാ രക്ഷപ്പെടൂ. அதுதானே சரி, உங்கள் எல்லாமே രക്ഷപ്പെട്ടിരിക്കും. சொன்னது கேட்கலையா? ഒന്ന് പോയി തരാമോ? என்னம்மா இந்த மாதிரி எல்லாம் சொல்லுது? இந்த ആള് കടവുളേ. പോടാ അവിടുന്ന്. വേണ്ടരാതെ അധികമാവണ്ട. എത്ര പേരുടെ പാപവും പേറിയാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് അറിയാമോ? ഇതിനൊക്കെ നിങ്ങൾ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും, അതോർത്തോ. കണക്ക് കൂട്ടി വെക്കുന്നുണ്ട് കൃഷ്ണ. ഞാൻ ഇപ്പൊ വന്നതേ നിങ്ങളെ രക്ഷപ്പെടുത്താനാ. മതി രക്ഷപ്പെടുത്തിയത്, ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ, വരണ്ടടാ. കൃഷ്ണേട്ടാ, എന്തേ? ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നു. എന്ത്? ഓരോന്ന് വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടല്ലേ. അല്ല, നമ്മളെ കൃഷ്ണനും രാധയും. ഓ, അതിനെന്ത് പറ്റി? കൃഷ്ണനും രാധയും തന്നെ അല്ലേ നമ്മള്? എന്താ കൃഷ്ണേട്ടാ?
അല്ലേ ഇനി പേര് മാറ്റണോ? പേര് മാറ്റിയ ജീവിതം മാറുമോ? എങ്കിൽ മാറ്റി നോക്കാം. ആ, മോളെവിടെ? അവള് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ. അതെ, പാവല്ലേ നമ്മുടെ മോള്. പിന്നെ ഞാൻ എന്ന് സഹായത്തിനായി ബാങ്കിനെ സമീപിച്ചോ അന്ന് മുതൽ നമ്മുടെ നാശം തുടങ്ങി. എത്ര പണം ഞാൻ അവർക്ക് കൊടുത്തു. അതെല്ലാം പലിശ, പിഴ പലിശ, കൂട്ടുപലിശ എന്ന് പറഞ്ഞ് മനുഷ്യനെ പിഴിഞ്ഞ് കൊല്ലാതെ കൊല്ലുന്ന നരഭോജികൾ. വിദ്യാഭ്യാസ വായ്പ, കാർഷിക വായ്പ എന്ന് പറഞ്ഞ് നമുക്ക് പിന്നാലെ വന്ന് വലയം തീർക്കും. പിന്നെ മെല്ലെ മെല്ലെ നമ്മിലേക്ക് ചിതലുകളെ പോലെ അരിച്ചു കയറും. നമ്മെ പൊതിയും, കാർന്നു തിന്നും, എല്ലും തോലുമാക്കും, ജീവചവങ്ങളാക്കും. കുഴിമാടത്തിലേക്ക് പോയാലും ബാക്കിയുള്ളവരെ വേട്ടയാടാനായി വീണ്ടും പറന്നെത്തും. മനുഷ്യ, നാളെ നിന്റെ ഗതിയും ഇതായിരിക്കും. നോക്കിക്കോ. എന്താ ഇത്? അതെ രാധ, പക്ഷേ നമ്മളെപ്പോലുള്ളവരോട് ചെയ്ത ഈ ചതിയുണ്ടല്ലോ, നാളെ അവർക്കും തിരിച്ചടി നേരിടും. നോക്കിക്കോ, ഉറപ്പാണ്. ആ പിന്നെ നിങ്ങൾ നാളെ ആ അലവിയുടെ ആധാരം കൈക്കലാക്കാൻ വേണ്ടി ഒന്ന് പോയി ഞെട്ടിക്കണം. പിന്നെ ആധാരം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. ആ കൃഷ്ണ, ഒന്ന് വന്നേ, വാ. ആ പിന്നെ കൃഷ്ണ, നീ ഞാൻ പറയും പോലെയൊക്കെ ചെയ്തു തന്നാൽ നിന്റെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഞാൻ ഏറ്റു. ഇത് അറുമുഖന്റെ വാക്കാണ്. ആ സ്ഥലം എനിക്ക് തന്നെ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂ? എന്ത് ചെയ്യുമെന്നോ? കണ്ടില്ലേടാ കിടപ്പ്. ഈ പ്രായമുള്ള മനുഷ്യരെങ്ങനെ ചവിട്ടിത്തള്ളിടാൻ നാണമില്ലടാ അർമുഖൻ നിനക്ക്? നീ ആരടാ ചോദിക്കാൻ? മുസാഫിർ അലി, തലതിരിഞ്ഞ അലിയുടെ തലതിരിഞ്ഞ മകൻ. അതേടാ, പക്ഷേ ആലി തലതിരിഞ്ഞതേ നിങ്ങളെ പോലുള്ളവർക്കായിരുന്നു. ഏത് വമ്പന്റെ മുമ്പിലും തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ വാങ്ങി കൊടുക്കാനും സ്വയം നൽകാനും ചങ്കൂറ്റുള്ളവനായിരുന്നടാ ആലി. നിന്നെ പോലെയുള്ളവർക്ക് പേടി സ്വപ്നം തന്നെ. എന്തേ സംശയമുണ്ടോ? ആ ആലിയുടെ മകനാണ് ഞാൻ, മുസാഫിർ അലി. നീ പാവത്തെ ചവിട്ടിയിട്ടതിന് മറുപടി നൽകാതിരിക്കുന്നത് വരാനുള്ള പുണ്യമാസത്തെ ഓർത്ത റംസാൻ മാസം. അത് കഴിഞ്ഞിട്ട് കാണാം. എന്താ പോട്ടെ സീമാറുകളെ. മനസ്സുമായി
കണ്ണിലെ ഓരോ തുള്ളിയായി പെയ്യുമെങ്കിൽ മനസ്സിൽ ഒരു കുളിരായി നീ എന്നിൽ പകർന്നുവെങ്കിൽ വിധിയുടെ കളിപ്പാവകൾ ഞങ്ങൾ, വിധിയുടെ കളിപ്പാവകൾ, വിധിയുടെ കളിപ്പാവകൾ ഞങ്ങൾ, വിധിയുടെ കളിപ്പാവകൾ. അച്ഛാ, അച്ഛാ. ഓ, എന്തേ മോളു? അച്ഛൻ എന്തേ ആലോചിച്ച് നടക്കുന്നത്? ഈ കൂര കൂടി അവര് കൊണ്ടുപോയാല് നമുക്ക് പിന്നെ എന്താ ഉള്ളത്? അത് ആലോചിച്ചതാ മോളെ. എല്ലാം അവരെ ഒരുമിച്ചുള്ള ഒരു കളിയാണച്ഛാ. അതെ, അതെ മോളെ. നമ്മളെപ്പോലെ എത്ര പാവങ്ങളെയാണ് അവർ കളിപ്പാട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കോടതിയും നിയമവും എല്ലാം അവരുടെ കയ്യിലെ പേപ്പറിലാണ് നോക്കുന്നത്. അതാണ് മോളെ സത്യം. ശരിയാണച്ഛാ. നമ്മൾ അധ്വാനിച്ചു നേടിയതും സ്വരുക്കൂട്ടി വെച്ചതും എല്ലാം പലിശയിലേക്ക്. എന്തൊരു കഷ്ടാ. എന്ത് ചെയ്യാനാ മോളെ? ആരുണ്ട് ഇത് ചോദ്യം ചെയ്യാൻ? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഈറ്റിങ്ങളെ കൈപിടിച്ച് തെരുവിലേക്ക് ഇറങ്ങണോ? പറ. ആരുമില്ലാത്തവർക്ക് ആരെങ്കിലും ഉണ്ടാവും അച്ഛാ. തീർച്ചയാ. എന്റെ അച്ഛൻ തളരരുത്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടണം. എന്നിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി തന്നെ നിൽക്കണം. വേണം അച്ഛാ, വേണം. വേണം മോളെ, വേണം. എന്താ, എന്തിനാ വിളിച്ചേ? നീ എന്താന്ന് എന്നോട് പറഞ്ഞത്? തല തിരിഞ്ഞ ആലിയുടെ തല തിരിഞ്ഞ മകൻ എന്നല്ലേ? അതെ. അതിന് മറുപടി വാക്കുകൊണ്ട് മാത്രമാക്കിയത് ഈ മാസമായതുകൊണ്ടാ. ഈ മാസം എന്നാ പറ്റിയപ്പാ? എടാ നിസാറെ, ഒരു മുസൽമാന് പ്രാർത്ഥനയുടെ മാസമാണ് റംസാൻ മാസം. വേണ്ടാധീനം പറയാനും ചെയ്യാനും മുസാഫിർ ഈ മാസം ഉപയോഗിക്കാറില്ല. പെരുന്നാളൊന്ന് കഴിഞ്ഞോട്ടെ. നിസാർ അതുവരെ കാത്തിരിക്കാടോ. എന്നാപ്പാ ഒന്ന് പോയേ. വേണ്ട, തലതിരിഞ്ഞ ആലിയുടെ തലതിരിഞ്ഞ മകനെന്ന് പേരിട്ട് വിളിച്ച നിനക്ക് തല തിരിക്കുന്ന പണി ഞാൻ തരും. പിന്നെ അറുമുഖത്തെ കണ്ട് കളി വേണ്ട. പാവപ്പെട്ടവനെ ചതിക്കുയിൽ വീഴ്ത്തി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് ആപത്താണ്. അത് നേട്ടമായാലും കോട്ടമായാലും. ഞാൻ വരാം, പെരുന്നാൾ കഴിഞ്ഞോട്ടെ. ഇപ്പൊ പോട്ടെ. നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ ഖുർആൻ വായിച്ച് പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ അതിന്റെ ഉത്തരം നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. മറക്കേണ്ടത് മറക്കുകയും ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കുകയും ചെയ്യുന്നവനാണ് ഈ നിസാർ. ഈ നിസാറിന് ഉറുക്ക് കേട്ടല്ലേ? നിനക്ക് ഉറുക്ക് കെട്ടും ഈ മുസാഫിർ അലി. വേണ്ട മോനെ നിസാറെ, ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം മുസാഫിറിന് നോമ്പിന്റെ മാസമാണ്, നന്മയുടെ മാസമാണ്. അതുകൊണ്ട് മാത്രം നീ പോ. നിങ്ങൾ പോ മക്കളെ. നിസാർ, മനസ്സ് കോറിയിട്ടോ. നിന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നിരിക്കും. ഈ മുസാഫിർ അലി തന്നിരിക്കും. ഓ, ഞാൻ വന്നോളാം. വേണ്ട, നീ വരണ്ട. നീ എവിടെയുണ്ടോ അവിടെ ഈ മുസാഫിർ എത്തിയിരിക്കും. പോട്ടെ. ആ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്.
അറുമുഖം. എന്ത് വേണം? നീ വീണ്ടും കൃഷ്ണേട്ടനെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കുന്നു. അവിടുത്തെ ആരാണാവോ ഈ കൃഷ്ണേട്ടൻ? ഭഗവാന്റെ പേരാണത്. ആ പേരിനോടെങ്കിലും ഒരു ബഹുമാനം കാണിക്കി. അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ചിലപ്പോ അത് വേണ്ടി വരും അറുമുഖം. നിന്റെ കള്ളക്കളിയിൽ ബലിയാടായ ആളാണ് കൃഷ്ണേട്ടൻ. അദ്ദേഹത്തിന്റെ സ്വത്ത് മുതലൊക്കെ തട്ടിയെടുത്തവനാണ് നീ. വേണ്ടാത്തത് പറഞ്ഞ മുറിച്ചു മാറ്റും ഞാൻ. എന്ത് മുറിച്ച് മാറ്റൂ? പറയടാ. പിന്നെ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലർ. സൂക്ഷിച്ചോ എല്ലാവരും. എന്നടാ പേசுறது? നീ മീശ വിരിച്ച് ശ്വാസം പിടിച്ചങ്ങ് നിന്നാ മതി. വായ തുറക്കരുത്. കേട്ടോടാ നീ? കേട്ടോന്ന്? സാഫിർ, ഞാനൊരു പാവം ബിസിനസ്സുകാരനാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ? ബുദ്ധിമുട്ടിച്ചാൽ നീ നേരത്തെ പറഞ്ഞ മാസം ഞാൻ നോക്കില്ല. മാസവും കൊല്ലവും നീ നോക്കില്ല, അതെനിക്കറിയാം. കഷ്ടപ്പാട് കൊണ്ടാണ് മനുഷ്യർ ബാങ്ക് സഹായം തേടുന്നത്. എന്നിട്ട് ആ ബാങ്കുകൾ നിന്നെപ്പോലെ ഊച്ചാലുകളുടെ വലയത്തിൽ കുടുങ്ങി അല്ലെങ്കിൽ കുടുക്കി ഒരു വക്കീലിനെയും കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ കളിയുണ്ടല്ലോ, അതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നീ നരകിക്കും തീർച്ച. ഒന്നും കൂടി, ഇനി കൃഷ്ണേട്ടനെയും കുടുംബത്തെയും ദ്രോഹിച്ച ഈ മുസാഫിർ അലിയും മാസം നോക്കില്ല. ഹലോ. പിന്നെ എന്താ വക്കീലെ നടക്കുന്നത്? ഒരു കക്ഷിയെ കാണാനുണ്ട്. കുറച്ച് സ്വകാര്യ, അതാ നടക്കുന്നത്. വല്ല ഗണിയാകുമല്ലേ? ഏയ് അങ്ങനൊന്നും ഇല്ല. നടക്കട്ടെ. ജീവിച്ചു പോണ്ടേ മാനേജരെ? പിന്നെ പിന്നെ ആ അറുമുഖത്തിന്റെ ശല്യം കൂടി വരുന്നുണ്ട്. എന്താ ചെയ്യാന്നുള്ള യാതൊരു പിടിയും കിട്ടുന്നില്ല. സഹിക്ക, അയാള് പറയുന്നത് ചെയ്യാ. പിന്നെ ഒരു മടുപ്പ് മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് വക്കീലെ. വെറുതെ അറുമുഖത്തെ പിണക്കണ്ട. അയാള് നേടിയെങ്കിലേ അതില് കളിച്ചത് മുഴുവൻ നിങ്ങളാ. എനിക്ക് പങ്കുണ്ടെങ്കിലേ കൂട്ടത്തിൽ നിങ്ങളും കാണും വക്കീലേ. എന്താ ഇല്ലേ? തീർച്ചയായും. അതുകൊണ്ടാ പറയുന്നത്, വളരെ മെല്ലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. ആ കൃഷ്ണന്റെ കാര്യം വളരെ കഷ്ടാണ്. അയാളിൽ നിന്നും ബാങ്ക് പരിധിയിൽ കവിഞ്ഞ് പണം ഈടാക്കിയിട്ടുണ്ട് വക്കീലെ. ശരിയാ. എന്നിട്ട് ആ പാവം ഇപ്പോഴും കടത്തില്ല. ആ കൃഷ്ണനെ പോലെ എത്ര പേർ? ചിന്തിക്കാൻ കഴിയുന്നില്ല വക്കീലെ. ഞാനിപ്പോ ഒന്നും ചിന്തിക്കുന്നില്ല. തൽക്കാലം ഇപ്പൊ നിങ്ങൾ വണ്ടി എടുത്ത് വിട്ടോ. ആയിക്കോട്ടെ. നമുക്ക് നാളെ ഒന്ന് കൂടാം. ഓക്കെ. രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വക്കീലെ, സുഖം തന്നെയല്ലേ? അങ്ങനെ സുഖമായിട്ട് പോകുന്നു. മിസ്റ്റർ മുസാഫർ, താങ്കൾ ആളൊരു മാന്യനാണ്, എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരെക്കാളും മാന്യം ഞാൻ തന്നെയാണ്. അതായത് നിങ്ങൾ വല്ലാതെ കയറി ഗോളടിക്കുന്നു. ഞങ്ങളെ കൊണ്ട് വെറുതെ ഫൗള് കളിപ്പിക്കല്ലേ. കളിക്കളത്തിൽ ഫൗള് കളിക്കുന്നവർ ഒരിക്കലും ജയിക്കില്ല വക്കീലെ. അവർ ഉടൻ തന്നെ റെഡ് കാർഡ് കണ്ട് ഔട്ടാവും. മുസാഫർ, നിങ്ങൾ വാക്കുകൾ കൊണ്ട് കണക്കുകൾ പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ബുദ്ധിശക്തിയിൽ കേമന്മാരാണ്. അത് മറ്റുള്ളവർ പറയുന്നതാണ്. അറുമുഖത്തിൻ്റെതായിരിക്കുമല്ലേ? എനിക്ക് നിങ്ങളോട് മത്സരിക്കാൻ താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലിയിൽ ഫെയിൽഡാണ്. ഫെയിൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് ഉടൻ കിട്ടും രണ്ടുപേർക്കും. ഞാൻ പോട്ടെ. ചായ. എന്താ അച്ഛാ? മോക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? മോളുടെ പ്രായക്കാരുടെ പിന്നെ ജീവിത നിലവാരെല്ലാം നോക്കുമ്പോ. അച്ഛാ, എന്താ ഇങ്ങനെ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ ആളുകൾ എല്ലാവരും ഒരുപോലെയാണോ ജീവിക്കുന്നത്? മോളച്ഛൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാലോ. അച്ഛനെ എല്ലാവരും പറ്റിച്ചു. നമുക്ക് നേടണം. എനിക്കൊരു ജോലി കിട്ടട്ടെ. വിശന്നപ്പോൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, കിടക്കാൻ ഒരിടം ഒരുക്കി കൊടുത്തു.
ജീവിക്കാൻ മാർഗം കാണിച്ചു കൊടുത്തു. എനിക്കൊരു വിഷമം വന്നപ്പോൾ അവരുടെ കാൽ കീഴിൽ ഞാൻ ചെന്നു. പരിചയഭാവം പോലും കാണിക്കാതെ ഓരോരുത്തരായി വിട്ടകന്നു. വരും അച്ഛ, അവരൊരിക്കൽ കൂടി അച്ഛന്റെ കാൽ കീഴിൽ വരും. മാപ്പ് ചോദിക്കാൻ ദൈവം അത് ചോദിപ്പിക്കും. വേണ്ട മോളെ, പോട്ടല്ല. കഷ്ടപ്പെട്ട് നേടിയത് എല്ലാം നഷ്ടപ്പെട്ടു. എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കണം, നേടണം. അച്ഛൻ ഇങ്ങനെ മൂടിപ്പൊതിച്ചിരിക്കാതെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. എന്താടാ ചെയ്യാ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. മടുത്തടാ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാടാ നമ്മുടെ ജീവനം നശിപ്പിക്കുന്നത്? ശരിടാ. എന്താ മക്കളെ, രണ്ടുപേരും കൂടി ഒരു ചർച്ച? രക്ഷപ്പെടാനുള്ള മാർഗം തേടുകയാണോ? ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ, കാരണം നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. ഞങ്ങൾ എന്നാ ചെയ്യും? ആകെ തുറഞ്ചിരിക്ക്. നല്ല ആരോഗ്യമുണ്ടല്ലോ അണ്ണാ, വല്ല തൊഴിലിനും പോയി ജീവിക്കും. പിന്നൊരു കാര്യം, വക്കീലും അർമുഖം മാനേജറും ജയിലിനകത്താവും, അത് തീർച്ച. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിസാർ, എടോ നന്നാവും നോക്ക്. പണമുള്ളവന്റെ പിണ്ടം താങ്ങി നടന്ന് പാവപ്പെട്ടവനെ വിസ്മരിപ്പിച്ചാൽ ദൈവം പൊറുക്കില്ല. വക്കീലെല്ലാം പറഞ്ഞിരുന്നു, അർമുഖം അറിഞ്ഞിട്ടില്ല. ആ നന്നായി, രണ്ടുപേരും പോയി രക്ഷപ്പെടുക. ഇനി മേലാൽ അർമുഖത്തിന്റെ പിന്നിൽ കണ്ടുപോകരുത്. ഏയ് ഇല്ല, ഞാൻ നാട്ടിക്ക് പോരേ. മുസാഫിർ, ഞാനിനി മേലാൽ അർമുഖത്തിന്റെ കൂടെ ഉണ്ടാവില്ല. ദയവായി കേസിപ്പെടുത്തരുത്. ഇല്ല, തിരിച്ചറിവുണ്ടായത് നഷ്ടപ്പെടുത്തരുത്. പോട്ടെ. വക്കീലേ, ഏത് വരിയിലാ നമുക്ക് പിഴച്ചത്? കോടതിയിൽ മുസാഫിർ കൃഷ്ണന്റെ പഴയ സ്വത്തിന്റെ കണക്കടക്കം ഇപ്പോഴത്തെ സ്വത്തിന്റെ കണക്കും ഹാജരാക്കി. എന്നെയാണ് കുറ്റവാളിയാക്കിയത്, അറിയോ നിങ്ങൾക്ക്? മുസാഫിർ അവനാണ് ഇതിന്റെ പിന്നിൽ അല്ലേ? അതെ, അവൻ പുകയുന്ന ഒരു തീക്കൊള്ളിയാണ് അർമുഖം. കൃഷ്ണന്റെ സ്വത്തുക്കൾ മുഴുവൻ അർമുഖത്തിന്റെ കയ്യിലാണ്, അതും ബാങ്കിൽ നിന്ന് നേരെ കിട്ടിയത്. അത് മാത്രമല്ല, വേറെ പലതും ഞാൻ അങ്ങനെ മറച്ചു തന്നിട്ടുണ്ടല്ലോ. ഓ, അതെല്ലാം ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാണ്, അതിനൊക്കെ രേഖയുമുണ്ട്. ഞാനാണ് ആദ്യം കൊടുങ്ങ്. ഞാനും. നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിച്ചിട്ടുണ്ട്, വെറുതെ അല്ലല്ലോ, നല്ലതുപോലെ അങ്ങോട്ട് ഉന്തി തന്നിട്ടുണ്ടല്ലോ. രണ്ടുപേരും രക്ഷപ്പെടാനുള്ള വഴി നോക്കൂ, ഞാൻ പോവുക. നിങ്ങളെ രണ്ടുപേരെയും കുറ്റവാളിയാക്കി അർമുഖം അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുകയാണല്ലോ വക്കീല്. എന്റെ രക്ഷ ഞാൻ തന്നെ നോക്കണ്ടേ? പിന്നെ ഞാൻ നേടിയത് എന്റെ പണം കൊടുത്തിട്ടാ. ഇവർ തന്നെ കുറ്റക്കാർ. അർമുഖം അങ്ങനെ പറഞ്ഞ് അങ്ങ് പോകാൻ പറ്റുമോ അർമുഖനെ? എന്തെങ്കിലും വഴിയുണ്ടോന്ന് നമുക്ക് നോക്കാം. ഒറ്റ വഴിയേ ഉള്ളൂ, നേരെ ജയിലിലേക്ക്. പറഞ്ഞയക്കും ഞാൻ. വക്കീലെ, നിങ്ങൾ കറുത്ത ഗൗണണിഞ്ഞി സർട്ടിഫിക്കറ്റ് ഏറ്റ് വാങ്ങുമ്പോൾ ചെല്ലുന്നൊരു പ്രതിജ്ഞയുണ്ട്, അത് എത്രത്തോളം നിറവേറ്റി? ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതപ്പെടാത്ത ഏടുകൾ നിങ്ങൾ തുന്നിച്ചേർത്തപ്പോൾ പലരുടെയും ജീവനും ജീവിതവും ഹോമിക്കപ്പെട്ടു. അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണോ, ആർക്കു വേണ്ടിയാണോ നിങ്ങൾ അത് ചെയ്തത്, അയാൾ തന്നെ നിങ്ങളെ ഇരയാക്കുകയും ചെയ്തു. നീ ഒരുത്തൻ, നിനക്കെന്ത് നേട്ടം? നന്മയുടെ നേട്ടം. തെറ്റി നടക്കുന്നവരെ ആരെങ്കിലും കൈ പിടിച്ച് നേരെ നടത്തണം, അതേ ചെയ്തുള്ളൂ. അർമുഖം, നിങ്ങൾക്ക് രക്ഷയില്ല. വരും, ഇവർക്ക് പിന്നാലെ അവർ ഒരു ചെയിനുമായി കാത്തിരുന്നോ. മുസാഫർ, എന്ത് വേണമെങ്കിലും ചെയ്യാം. കൃഷ്ണന് ഞാൻ നേടിയതെല്ലാം കൊടുക്കാം. എന്റെ അഭിമാനം, ജീവിതം, ഭാര്യ, മക്കൾ. മുസാഫർ അപമാനിക്കരുത് പ്ലീസ്. എല്ലാം ഞാൻ തിരിച്ചു തരാം, തകർക്കരുത് തന്നെ പ്ലീസ്. കേഴുന്നോ? നിങ്ങളെ തകർത്തത് നിങ്ങൾ തന്നെ. ഞാനും കുറെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. എന്നെ രക്ഷപ്പെടുത്തണം പ്ലീസ് കൃഷ്ണേട്ടാ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം പ്ലീസ്. വേണ്ട മാനേജർ, അങ്ങനെ പിടിക്കുകയാണെങ്കിൽ എത്ര പേരെ കാല് പിടിക്കണം? നിങ്ങളെ വാർത്തയെല്ലാം നാടറിയണം, നാട്ടുകാർ അറിയണം, എങ്കിലേ നിങ്ങളെ പോലുള്ളവർക്ക് തിരിച്ചറിവുണ്ടാവൂ. അർമുഖം, ഒന്നാം പ്രതി നിങ്ങളാണ്, രക്ഷപ്പെടില്ല. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു.
നീ എന്താ എന്നെ പേടിപ്പിക്കുക? അല്ല, ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, കരുതിയിരുന്നോളൂ. ശരിയാണ് അറുമുഖം, ഞാൻ പറയാതിരുന്ന. ഒന്നാം പ്രതി നിങ്ങളാണ്. നിങ്ങളുടെ മുഴുവൻ സ്വത്തും ബാങ്ക് അക്കൗണ്ട് ബിസിനസ് എല്ലാം എനിക്ക് പറയേണ്ടി വന്നു. നിങ്ങളുടെ വക്കീൽ ഞാനാണല്ലോ, അതാ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. എങ്ങനെ എങ്ങനെ രക്ഷപ്പെടും അറുമുഖ? നിന്റെ കൂടെയുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. ഇത് നീയുമായി നിന്റെ പാടുമായി. ഞങ്ങള് പോട്ടെ. പോകല്ലേ പ്ലീസ്. എന്താ തള്ളിയിട്ട് പോകരുത്. എത്ര പേരെ തള്ളിയിട്ടോടാ നീ? ഞാൻ എന്റെ ബാപ്പാന്റെ സ്ഥാനത്ത് കാണുന്ന ഈ മനുഷ്യനെ കാലുകൊണ്ട് ചവിട്ടി തള്ളിയിട്ടവരാ നീ. അതിന് മാപ്പില്ല. തലതിരിഞ്ഞ ആലിയുടെ തലതിരിഞ്ഞ മകന്റെ സമ്മാനമായിട്ട് കണ്ടോ, അതും ഈ റംസാൻ മാസത്തിൽ. ഇതേ പടച്ച തമ്പുരാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ഈ പാവം മനുഷ്യന്റെ കണ്ണീരിന്റെ വില. കൃഷ്ണേട്ടാ, മാപ്പ്. ഞാൻ എല്ലാം തിരിച്ചു തന്നേക്കാം. എനിക്കൊന്നും വേണ്ട, പ്ലീസ്. വേണ്ടടോ, അതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഡോ, നിങ്ങളൊക്കെ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ചുമലിൽ ഈ പുതപ്പ് തൂക്കിയത്. അറിയാടോ, മറ്റുള്ളവരുടെ മുഖത്തു നോക്കാനുള്ള വിഷമം കൊണ്ട് കൃഷ്ണേട്ടൻ എടുത്തണിഞ്ഞ മൂടുപടമാണ് ഈ പുതപ്പ്. മനസ്സിലാകണോ എല്ലാവർക്കും? കൃഷ്ണേട്ടാ, ഇനി എന്തിനാണ് ഈ പുതപ്പ്? ഈ തെമ്മാടികളുടെ ചൂതാട്ടത്തിൽ ഒളിച്ചിരിക്കാനുള്ള പുതപ്പല്ല ഇനി ആവശ്യം. കുറ്റിപ്പുറത്തെ ലത്തീഫ്ക പറഞ്ഞതുപോലെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായി മാറട്ടെ ഈ പുതപ്പ്. ഇനി ആ പുതപ്പ് നന്മയുടെ പുതപ്പായി പാറട്ടെ. ഒരു കൃഷ്ണേട്ടാ.